ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിലത്തെ പാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിത് 4 പാർട്ടായിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്തേക്കുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇപ്പം ഏതൊരു ഡ്രോയിങ് ചെയ്താലും നമ്മളൊരു 3 അല്ലെങ്കിൽ 4 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ഓരോ പാർട്ടും കണ്ട് നിങ്ങൾ വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മിക്കവരും എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഡ്രോ ചെയ്ത പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്കൊന്ന് അയച്ചിടുക. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുക. പിന്നെ എന്താ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ ഒരു ഇമ്പ്രൂവ് ആയി കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഡ്രോയിങ്ങിൽ. പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. പിന്നെ നമ്മളിതിൽ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഐവറി പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. 210 GSM വരുന്ന പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. A4 പേപ്പർ തന്നെയാണ്. പിന്നെ പെൻസിലെന്ന് പറയുമ്പം ആർട്ട് ലൈൻ്റെ പെൻസിലാണ്. നമ്മളിപ്പം എല്ലാ പിടിക്കുന്നത് തന്നെ ആർട്ട് ലൈൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പേപ്പർ സ്റ്റമ്പ്, പിന്നെ ബ്രഷ്, അങ്ങനെയൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മെറ്റീരിയൽസൊക്കെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മിക്കവരും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പം നിങ്ങളാരും ഡിസ്ക്രിപ്ഷൻ നോക്കാറില്ലായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഡ്രോയിങ് മെറ്റീരിയൽസിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എന്ന് വെച്ചിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് ഒന്നും വേറെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വീഡിയോ കാണാൻ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമുക്കിനി താടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ച് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ടീഷർട്ട് മാത്രമേ വരയ്ക്കാനുള്ളൂ. അപ്പോൾ ടീഷർട്ട് നിങ്ങളുടെ ഒരു ഐഡിയപരമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മൾ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആകാം. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമില്ല, നമ്മളിതിൻ്റെ അകത്ത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി കിട്ടിയിരുന്ന റെഫറൻസ് ഇമേജ് നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജ് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോ ചെയ്യാൻ സാധിച്ചു. കാരണം നമുക്ക് ഇതിനകത്ത് സൂം ചെയ്ത് കഴിഞ്ഞാലും വലിയ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫേസിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ നേരത്താണെങ്കിലും നമുക്ക് സൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഷെയ്ഡൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ഷെയ്ഡിങ് മനസ്സിലാക്കി ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇമേജ് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ച് നല്ലതായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരെണ്ണം കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ഒന്ന് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.